ഇനി ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു കഥ കൂടി കേൾക്കാം. സൈക്കിളിൽ ചായ വിൽപ്പന നടത്തുന്നവർ നഗരങ്ങളിൽ പതിവ് കാഴ്ചയാണ്. അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി സ്കൂട്ടറിൽ ചായയുമായി എത്തുന്ന കോഴിക്കോട്ടുകാരി ശ്രീജയാണ് ഇനി പരിചയപ്പെടുന്നത്. ഒരു ദിവസം ശ്രീജ 200 ചായ വരെ വിൽക്കും. ഇതൊരു ചായക്കഥയല്ല, പക്ഷേ ഈ കഥയിലും ചായയ്ക്ക് വളരെ പ്രാധാന്യമേറിയ റോളുണ്ട്. അതായത് കോഴിക്കോട് നഗരത്തിൽ ചായയുമായി എത്തുന്ന ഒരു വനിതാ സാന്നിധ്യമുണ്ട് 1.5 വർഷമായി. കോഴിക്കോട്ടുകാരുടെ സ്വന്തം ശ്രീജ ചേച്ചി. ഈ ശ്രീജ ചേച്ചിയുടെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണുന്നത്. ഒരു കൈയിൽ വലിയ 2 ഫ്ലാസ്കുകൾ, മറ്റൊന്നിൽ ചായയ്ക്കുള്ള സാധനങ്ങൾ. നടുവട്ടം സ്വദേശിനി ശ്രീജയുടെ ഈ ചായ നടത്തം കോഴിക്കോട്ടുകാരുടെ പതിവ് കാഴ്ചയാണ്. 1.5 വർഷമായി നഗരത്തിന്റെ പ്രഭാതത്തിനും പ്രദോഷത്തിനുമെല്ലാം ഉന്മേഷം പകരുന്നത് ഈ ചായയാണ്. പാളയം മാർക്കറ്റ്, വലിയങ്ങാടി, മിഠായി തെരുവ്, ബേബി ബസാർ തുടങ്ങിയ ഇടങ്ങളിലാണ് ശ്രീജയുടെ ചായ വിൽപ്പന. ചായയ്ക്കൊപ്പം രുചികരമായ കടികളും ഇവരുടെ ബാഗിലുണ്ടാകും. ജീവിതം മുന്നോട്ട് നീക്കാൻ പല ജോലികൾ ചെയ്തു. ഒടുവിൽ ചായക്കച്ചവടമാണ് പച്ചപിടിച്ചതെന്ന് 48-കാരിയായ ശ്രീജ പറയുന്നു. സഹോദരനാണ് ഈ കുഞ്ഞു സംരംഭത്തിന് പ്രചോദനമായത്. ആദ്യം തുടങ്ങാൻ പിന്നെ ഭർത്താനോട് ചോദിച്ച്, ഞാനിങ്ങനെ തുടങ്ങിയാൽ എനിക്കിഷ്ടമുണ്ടെങ്കിൽ തുടങ്ങിക്കോ, ഞാൻ നിർബന്ധിക്കില്ല, എനിക്കിഷ്ടമുണ്ടെങ്കിൽ തുടങ്ങിയെന്നാണ്. പിന്നെ ചോദിച്ചാൽ ഭർത്താവിന് സമ്മതക്കുറവില്ല. മക്കളോട് ചോദിച്ച്, മക്കളോട് അമ്മയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അമ്മ പൊക്കോളൂ, അതിനെ ഞങ്ങളും എതിർപ്പല്ല. അങ്ങനെയാണ് ഇതിലേക്ക് പോരാൻ തന്നെയുള്ള കാരണം. ഒരാരെയും എതിർപ്പുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങൂലല്ലോ. ഒരാരും എതിർപ്പില്ല, എല്ലാവർക്കും സമ്മതമാണ്. പിന്നെ മൂപ്പർ എല്ലാ കാര്യങ്ങളും മുന്നിട്ട് ചെയ്തു തരുന്നുണ്ട്. മക്കളായാലും ഉള്ളപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരും. അപ്പോൾ പിന്നെ നമുക്കൊരു പ്രോത്സാഹനം കൂടുക അതേ പോവള്ളേ. അപ്പം അങ്ങനെ ഉണ്ട് തുടങ്ങി. ദിവസം 150 മുതൽ 200 ചായയും പലഹാരങ്ങളും വിതരണം ചെയ്യും. മകളുടെ MBBS പഠനത്തിനുൾപ്പെടെ ചെറുതെങ്കിലും ഈ വരുമാനം സഹായമാണ്. പ്രത്യേകം തയ്യാറാക്കിയ പെട്ടി സ്കൂട്ടറിന് പിന്നിൽ ഘടിപ്പിച്ചാണ് വിൽപ്പനയ്ക്കിറങ്ങുന്നത്. നഗരത്തിൽ നടക്കുന്ന പൊതുപരിപാടികളിലും ചായ വിതരണം ചെയ്യാറുണ്ട്. അഭിരുചിയുള്ള മേഖലകൾ കണ്ടെത്തി സ്ത്രീകൾ ജോലി ചെയ്യണമെന്നാണ് ശ്രീജയുടെ അഭിപ്രായം. സ്വയം കണ്ടെത്തിയിട്ട് ഒരു 10 രൂപ ഉണ്ടാക്കുമ്പോൾ അതൊരു സന്തോഷം വേറെയാണ്. അല്ല, അതിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നായാലും അച്ഛൻ തന്നാലും അമ്മ തന്നാലും ഭർത്താവ് തന്നാലും അതിനുപരി നമ്മൊരു 10 രൂപ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. അത് ഞാൻ എല്ലാവരോടും പറയണത്, എല്ലാവരും ഓരോന്നിലേക്ക് ഇറങ്ങണം തന്നെ. ഇതിലേക്ക് ഇറങ്ങണമെന്നല്ല, വേറെ എന്തിലേക്കെങ്കിലും. ഇപ്പോൾ ഓട്ടോ പഠിക്കുന്നൊരു പെണ്ണുങ്ങൾ, സ്ത്രീകൾ എത്ര ഓട്ടോ ഓട്ടുന്നുണ്ട്. അതേമാതിരി തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ ചെയ്യുന്ന പണികളൊക്കെ നമുക്കും ചെയ്യാം. അതല്ലോ. ശ്രീജയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് മണിയും മക്കളായ അഭിരാമിയും അനാമികയും കൂടെയുണ്ട്. സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയാത്ത ജോലിയില്ലെന്നതാണ് ശ്രീജ നൽകുന്ന പാഠം. ഒപ്പം സ്വന്തമായി വരുമാനം കണ്ടെത്തി സ്ത്രീകൾ സ്വയം പര്യാപ്തത നേടണമെന്ന സന്ദേശവും. കോഴിക്കോട് നിന്നും ഷാഫിക്കൊപ്പം രമ്യ ദാസ്, ന്യൂസ് മലയാളം.